ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ നീലോക്കേരി പദ്ധതി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഈ നീലോക്കേരി പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇന്ത്യ വിഭജനത്തെ തുടർന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഏകദേശം 7000-ഓളം അഭയാർത്ഥികളെ അവർക്ക് ആദായകരമായിട്ടുള്ള തൊഴിൽ നൽകി അവരെ പുനരധിവസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ നമ്മുടെ ഹരിയാനയിലെ നീലോക്കേരിയിൽ ഒരു പുതിയ ടൗൺഷിപ്പ് വികസിപ്പിക്കുകയുണ്ടായി. ഈ ഒരു പദ്ധതിയാണ് നീലോക്കേരി പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് നീലോക്കേരി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അത് ഏത് വർഷമാണ് ഈ നീലോക്കേരി പദ്ധതി നടപ്പിലാക്കിയെന്ന് വെച്ചാൽ 1948 ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് ആ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് SK ഡേ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, SK ഡേ ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതായത് സുരേന്ദ്രകുമാർ ഡേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം. ഓക്കെ, ഇനി ഈ നീലക്കേരി പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? മസ്ദൂർ മൻസിൽ എന്നാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. എന്താണ്? മസ്ദൂർ മൻസിൽ എന്നാണ് ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇതുപോലെ ആയിരക്കണക്കിന് നീലോക്കേരികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീലോക്കേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്